വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, നമുക്കറിയാം നമ്മുടെ എക്സാം ഇതാ ഇന്ന് എത്തി അല്ലെ. എല്ലാവരും ആനുവൽ എക്സാമിന്റെ പ്രിപ്പറേഷൻസിലായിരിക്കും. നമ്മുടെ ചാപ്റ്റേഴ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും. ഇനി അങ്ങോട്ട് റിവിഷന്റെ സമയമാണ് അല്ലെ. ഇപ്പോഴും എന്റെ മക്കൾക്ക് കുറെ പേർക്ക് അറിയില്ല എന്തൊക്കെയാണ് നമ്മുടെ ആനുവൽ എക്സാമിലേക്ക് മാത്സിൽ നിന്ന് പഠിച്ചിട്ട് പോകേണ്ടത് എന്നുള്ളത് അല്ലെ. അപ്പൊ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. നമുക്കറിയാം ക്രിസ്മസ് എക്സാമിന് ശേഷം ക്രിസ്മസ് എക്സാമിന് ശേഷം നമുക്ക് പഠിക്കേണ്ട, അതായത് പുതിയതായിട്ട് നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് വേഗം തന്നെ നോക്കാം. ക്രിസ്മസ് എക്സാം വരെ നമ്മൾ പഠിച്ചത് ദശാംശ രീതികൾ, ഡെസിമൽ ഓപ്പറേഷൻസ് വരെ ആയിരുന്നു. അതായത് ആനുവൽ എക്സാമിന് പുതിയതായിട്ട് വരുന്ന 4 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ജോയിനിങ് ആംഗിൾസ്, ഹൗ മച്ച് ഓഫ് 100, ലെറ്റർ മാത്ത്, സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് കോണുകൾ ചേരുമ്പോൾ 100ൽ എത്ര, അക്ഷരഗണിതം, സ്ഥിതി വിവര കണക്കുകൾ. ഈ 4 ചാപ്റ്റർ ആണ് ആനുവൽ എക്സാമിലേക്ക് പുതിയതായിട്ട് നമ്മളുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഉറപ്പായിട്ടും ഈ 4 ചാപ്റ്ററിൽ നിന്ന് ഓരോ ചോദ്യങ്ങൾ വീതം ഉറപ്പായിട്ടും ഉണ്ടാവും. ഓരോ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആക്ടിവിറ്റികളാണ്. അപ്പൊ 4 ആക്ടിവിറ്റികൾ ഇതിൽ നിന്ന് ഉറപ്പായിട്ടും നമുക്ക് ചോദിക്കും. ഉറപ്പാണ്, ഷുവറാണ്. ഇതിൽ നിന്നും 4 എണ്ണത്തിൽ നിന്നും ഓരോ ചോദ്യങ്ങൾ വരും. പ്ലസ് ഇത് കൂടാതെ ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും, അതായത് ഈ വർഷം നമ്മൾ ഫസ്റ്റ് മുതൽ പഠിച്ചിരിക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങളായിട്ട് റാൻഡമായിട്ട് അതും വരും. അപ്പൊ നമ്മൾ ഉറപ്പിക്കണം, നമ്മൾ മാത്സിൽ നല്ല സ്കോർ വാങ്ങണം എന്ന് ഉറപ്പിക്കേണ്ട കുട്ടികൾ, ഉറപ്പായിട്ട് എനിക്ക് നല്ല സ്കോർ വാങ്ങിയേ പറ്റൂ, A+ വാങ്ങിയേ പറ്റൂ എന്ന് ഉറപ്പിക്കുന്ന കുട്ടികൾ, എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണം? ഈ 4 ചാപ്റ്ററിലെ എല്ലാ ചോദ്യങ്ങളും ചെയ്തിരിക്കണം. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? കോണുകൾ ചേരുമ്പോൾ ജോയിനിങ് ആംഗിൾസ് അല്ലെ. ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഇപ്പം മിസ് പറഞ്ഞു തരും. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ ഓരോ ചോദ്യങ്ങൾ ഓരോ ചാപ്റ്ററിൽ നിന്നുള്ളത് നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജോയിനിങ് ആംഗിൾസിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ ആനുവൽ എക്സാമിന് വരിക എന്നുള്ളതാണ്. ഇവിടെ നോക്കിയോ, നിങ്ങൾക്ക് ഇവിടെ ഒരു ചോദ്യം കാണാൻ പറ്റുന്നുണ്ട്. ചിത്രത്തിൽ ആംഗിൾ BOCയുടെ 2 മടങ്ങാണ് ആംഗിൾ DOC. നോക്കിയേ, in the figure angle DOC is twice of angle BOC. ഈ BOC എന്ന് പറയുന്ന ആംഗിളിന്റെ ട്വൈസ് ആണ് ആംഗിൾ DOC. അപ്പൊ ആംഗിൾ DOC എത്രയായിരിക്കും? ആംഗിൾ DOC is equal to എത്രയായിരിക്കും? ഇരട്ടി എന്നാണ് പറഞ്ഞത്. ആംഗിൾ BOCയുടെ ഇരട്ടിയാണ്. ഇരട്ടി എന്ന് പറഞ്ഞാൽ × 2, ട്വൈസ് ആണ് എന്ന് പറഞ്ഞാൽ × 2, ഗുണിക്കണം 2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 ഗുണിക്കണം ആംഗിൾ BOC എത്രയാണ്? 36. 36ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 52. 72 ഡിഗ്രി. 72 ഡിഗ്രി. അതായത് ആംഗിൾ DOC എന്ന് പറയുന്നത് 72 ഡിഗ്രിയാണ്. ഓക്കെ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ DOC? അതാണ് നമ്മളിപ്പോൾ കണ്ടത്, 72 ഡിഗ്രി. ഓക്കെ, ആംഗിൾ DOCയുടെ അളവ് എത്ര എന്ന് പറയുന്നത് 72 ആണ്. ഇനി ആംഗിൾ AOE എന്നതിന്റെ അളവ് എത്ര? ആംഗിൾ AOE നോക്കാം. AOE ഇത് എത്രയാണ് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. ഇത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ആംഗിൾ AOE എത്രയാണ്? ഇവിടെ നിങ്ങൾക്കറിയാം ആംഗിൾ AOE എത്രയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ നോക്കുക. ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ നോക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ AO എന്ന് പറയുന്നത് നീട്ടി വരയ്ക്കണം, OE എന്ന് പറയുന്നത് നീട്ടി വരയ്ക്കണം. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതാണ് ഓപ്പോസിറ്റ് ആംഗിൾ. ആംഗിൾ AOE is equal to ആംഗിൾ BOD. എന്തുകൊണ്ട്? ആംഗിൾ AOEയും ആംഗിൾ BODയും ഈക്വൽ ആണ്. എന്തുകൊണ്ട്? ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ. എതിർകോണുകൾ ഈക്വൽ ആണ്, തുല്യമാണ് എന്ന് നമ്മൾ ഈ ചാപ്റ്ററിലാണ് പഠിച്ചത്. അപ്പോൾ ആംഗിൾ BOE എന്ന് പറയുന്നത് 36 + 72. അപ്പൊ എത്ര വരും? 108 ഡിഗ്രി എന്ന് വരും. 6 + 2 എന്ന് പറഞ്ഞാൽ 8 ആണ്, 7 + 3 10 ആണ്, 108 ഡിഗ്രി. അപ്പോൾ ആംഗിൾ AOE എന്ന് പറയുന്നത് എത്രയാണ്? 108 ഡിഗ്രി. രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. മൂന്നാമത്തേത് ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ AOD. AODയുടെ അളവ് കാണുക. AOD അതായത് ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് എത്ര വരും? ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു ഈ ആംഗിൾ 108 ആണ്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കിയാൽ അറിയാം. സി ക്വസ്റ്റ്യൻ ആണ്. ആംഗിൾ AOE
പ്ലസ് ആംഗിൾ AOD എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. എന്തുകൊണ്ട്? ആംഗിൾ AOEയും AODയും ഇത് രണ്ടും കൂട്ടിയാൽ 180 ആണ്. എന്തുകൊണ്ട്? രേഖീയ ജോഡി അല്ലേ? രേഖീയ ജോഡി, അതായത് ലീനിയർ പെയർ എന്ന് നമ്മൾ പറയും. ഇവർ ലീനിയർ പെയർ ആണ്. ഇതിൽ ഒരാളുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 108 ആണ്. അപ്പൊ നമുക്ക് ആംഗിൾ AOD ഇസ് ഈക്വൽ ടു 108 മൈനസ് 108 180 മൈനസ് 108 വരും. ഇവരിത് മൈനസ് ചെയ്യുക. 180 മൈനസ് 108 2 7 72 ഡിഗ്രി. ഇതെത്ര വരും? 72 ഡിഗ്രി. AOD എന്ന് പറയുന്നത് 72 ഡിഗ്രി. ഇനി ലാസ്റ്റ് ചോദ്യം, ചിത്രത്തിലെ ഏതെങ്കിലും 2 രേഖീയ ജോഡികളുടെ പേര് എഴുതുക അല്ലെ. ലാസ്റ്റ് ചോദ്യം എന്താണ്? നെയിം എനി 2 ലീനിയർ പെയർസ് ഇൻ ദ ഫിഗർ. ഇതിലെ 2 രേഖീയ ജോഡികൾ ഇഷ്ടം പോലെ എഴുതാം നമുക്ക്. ഇത് ഒരു രേഖീയ ജോഡിയാണ്, ഇതൊരു രേഖീയ ജോഡിയാണ്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. AOD ആംഗിൾ AOD ആൻഡ് ആംഗിൾ DOB AOD DOB രേഖീയ ജോഡിയാണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ BOE ആൻഡ് ആംഗിൾ EOA ഇതും രേഖീയ ജോഡിയാണ്. അതായത് കൂട്ടിയാൽ 180, ഒന്നും വേണ്ട, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ഇങ്ങനത്തെ ഷേപ്പിൽ വരുന്നത് എന്തായിരിക്കും? രേഖീയ ജോഡിയായിരിക്കും. ഇങ്ങനെയാവാം, ചിലപ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരാം, ചിലപ്പോൾ ഇങ്ങനെ പോയി ഇങ്ങനെ വരാം, എങ്ങനെ വേണമെങ്കിലും വരാം. ഇതൊക്കെ എന്താണ്? രേഖീയ ജോഡിയിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ചിത്രങ്ങൾ ഇതിനകത്ത് കാണുവാണെങ്കിൽ വേഗം തന്നെ അങ്ങ് എടുത്ത് എഴുതിക്കൊള്ളണം. അപ്പൊ ഈ ഒരു ചാപ്റ്റർ രേഖീയത്തിൽ നമ്മുടെ ജോയിനിങ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കംപ്ലീറ്റ് കൺസെപ്റ്റുകളും പഠിക്കാൻ പറ്റുന്ന ഒരൊറ്റ ചോദ്യമാണിത്. ഈ ചോദ്യം നല്ല വൃത്തിക്ക് മനസ്സിലാക്കി ഇതിലെല്ലാ കൺസെപ്റ്റും ക്ലിയർ ആണെങ്കിൽ എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏത് ചോദ്യം എൻ്റെ മക്കൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇതേപോലെയുള്ള ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ് ഒക്കെ കാണുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ എക്സാമിനേക്ക് സൂപ്പറായിട്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ, സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.